Good afternoon, everyone. Welcome to Civils 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed description and discussion of our today's newspaper, we are introducing a new program called Prelims Mains Companion. സോ ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത പ്രിലിംസ് വരെ ഒരു 10 മാസം നമ്മുടെ കയ്യിലുണ്ട്. ആ 10 മാസം നല്ലൊരു സ്ട്രാറ്റജിയോട് കൂടി പ്രിലിംസും മെയിൻസും പഠിച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു 10 മാസം നമ്മൾ എങ്ങനെ പഠിക്കണം? 4 മാസം നമ്മൾ മെയിൻസ് ഫോക്കസ് ചെയ്യണം, ബാക്കി 6 മാസത്തോളം നമ്മൾ എന്ത് ചെയ്യണം? പ്രിലിംസ് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലൊരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു മന്ത്ലി ടാർഗറ്റ്, വീക്ക്ലി ടാർഗറ്റ്, ഡെയിലി ടാർഗറ്റ് ഒക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ട് ഡെയിലി ആൻസർ റൈറ്റിങ്ങും പിന്നെ എല്ലാ സബ്ജക്ട്സിനെയും നിങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സിൻ്റെ രൂപത്തിൽ സമ്മറൈസ് ചെയ്ത് തരുന്നു. 10 വർഷത്തോളം PYQs അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഓരോ സബ്ജക്റ്റിനും എങ്ങനെ ആൻസർ എഴുതണമെന്നും ഡെയിലി ആൻസർ റൈറ്റിങ്ങും എല്ലാതും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷനാണ് ദിസ് പ്രോഗ്രാം. 10 മാസം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറാണോ? ദെൻ ജോയിൻ ദിസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ബെറ്റർ ചാൻസ് ടു ക്ലിയർ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ്. ആകെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പ്രോഗ്രാം ഡിസിപ്ലിനോടുകൂടി ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ്. ദിസ് പ്രോഗ്രാം ഈസ് ഹെൽപ്ഫുൾ ഫോർ ബിഗിനേഴ്സ്, റിപ്പീറ്റേഴ്സ് ആൻഡ് ഈവൻ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്. വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെസ്റ്റേൺ ഗട്ട്സ് കൺസർവേഷൻ വിത്ത് സയൻസ് ആൻഡ് ഡയലോഗ്. അതായത് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിലെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ കുറേ ഫെഡറൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ചാണ് ന്യൂസ്. ദെൻ ഹെൽത്ത് ടാക്സ്. നമുക്ക് ഇപ്പോൾ നമുക്ക് ഒബേസിറ്റി കൂടുന്നുണ്ട്, നമ്മൾ പറയില്ലേ, ഓവർ വെയിറ്റും കാര്യങ്ങളും കൂടുന്നുണ്ട്, പല നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും കൂടുന്നുണ്ട് ഇന്ത്യയിൽ. സോ ഇന്ത്യക്ക് ഒരു ഡബിൾ ബേർഡൻ ഉണ്ടെന്ന് പറയാം. കുറച്ച് സ്ഥലത്ത് അണ്ടർ ന്യൂട്രീഷനും എന്നാൽ ചില സ്ഥലത്ത് ഓവർ ന്യൂട്രീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫാറ്റ്, ഷുഗർ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഫുഡുകൾ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, ഈ പിന്നെ നമ്മൾ ഫ്രണ്ട് ഓഫ് പാക്കേജ് ലാബലിംഗ് എന്നൊക്കെ പറയും. നമുക്ക് പലപ്പോഴും ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് പറയും, ഇത് ആട്ടയില്ലാത്തതാണ് അല്ലെന്നുണ്ടെങ്കിൽ മൈദ ഇല്ലാത്തതാണ്. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഉള്ള കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. സോ ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്, എന്തൊക്കെയാണ് ഇന്നത്തെ അടങ്ങിയിരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് കൊടുത്താലേ കൺസ്യൂമേഴ്സിന് ഒരു ഇൻഫോർമഡ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദെൻ ക്യാബിനറ്റ് ഒരു സ്കീം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന എന്ന് പറയും. അത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സോളാർ പാർക്ക്, വെള്ളത്തിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സോളാർ പാർക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇതൊരു കറണ്ട് അഫെയർസ് ആണ്, ഇത് ജോഗ്രഫി ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഇതിൻ്റെ മെയിൻ പാർട്ടുകളൊക്കെ നമ്മൾ സ്റ്റാറ്റിക് പോർഷനിൽ കവർ ചെയ്യുന്നതാണ്. എൽനിനോ, ലാനിനോ, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. സോ അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് സ്റ്റാറ്റിക് പാർട്ട് ഓഫ് ജോഗ്രഫി. ഈ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം ജൂലൈ മഴ നല്ല കുറവായിരുന്നു. ദെൻ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും നമുക്ക് മഴ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് ന്യൂസ്. The Union Ministry of Environment, Forest and Climate Change has extended the tenure of the expert panel by 1 year as consensus on the Western Ghats ESA notification remains unresolved. അതായത് നമുക്ക് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. അതെന്താണെന്ന് പറയാം. അതായത് നമുക്ക് എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള പല ഏരിയാസും നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിലുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിമാലയത്തിലാണെങ്കിലും എല്ലായിടത്തും ഉണ്ടാവും. വെസ്റ്റേൺ ഗട്ട്സിൽ നമുക്ക് ഇതുപോലുള്ള എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഏരിയനെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അണ്ടർ ദ ആക്ട്, ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കീഴിലാണ് നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഈ പറഞ്ഞ പോലെ എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് പ്രൊട്ടക്ട് ചെയ്യുക, ഫ്രജൈൽ എക്കോസിസ്റ്റംസ് പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ അത്തരം മേഖലകളിൽ പല ആക്ടിവിറ്റീസും റെഗുലേറ്റ് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക ചിലത്. അതായത് ഇപ്പോൾ മൈനിങ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ക്വാറിങ് അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ അവിടെ ഒഴിവാക്കണം. കാരണം ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ലീഡ് ടു എനി ഡിസാസ്റ്റർ, ലാൻഡ് സ്ലൈഡ്സോ ഫ്ലഡിലോട്ടൊക്കെ നയിക്കാവുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ചില ഏരിയാസും ഡിക്ലെയർ ചെയ്യും.
അപ്പോൾ അത് ഡിക്ലെയർ അതിന് വേണ്ടിയിട്ട് ESA നോട്ടിഫിക്കേഷൻ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കമ്മിറ്റീസ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ കമ്മിറ്റീസ് വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നിലവിൽ ഒരു എക്സ്പേർട്ട് പാനൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അവരുടെ 1 ഇയർ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. എക്സ്പെർട്ട് പാനൽ ESA നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് പാനൽ വന്നിട്ടുണ്ട്. കാരണം ഇത് നീണ്ടു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ പല ഇഷ്യൂസും വരുന്നുണ്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ചിട്ട്. കാരണം ഒരു ഏരിയ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ അഗ്രികൾച്ചറിനെയും പ്ലാന്റേഷനെയും മറ്റ് ജനങ്ങളുടെ ലൈവ്ലിഹുഡിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫെഡറൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടി ഇതുവരെ തീരുമാനമൊന്നും ആകാത്തതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടി ഈ ESA നടപ്പിലാക്കേണ്ട എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ടേൺ ഒരു 1 ഇയർ കൂടി എന്ന് പറയുന്നതാണ് ന്യൂസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്? കാരണം വെസ്റ്റേൺ ഗട്ട്സിലാണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ഡിക്ലെയർ ചെയ്യുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണ്. ഓക്കെ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് 8 ഹോട്ടസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്നാൽ അത് ത്രെട്ടൻഡ് ആണ്, വംശനാശ ഭീഷണികളും നേരിടുന്നത്. അവിടെ ഒരുപാടോളം ഒരു 1500ഓളം എൻഡമിക് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സ് ഒക്കെ കാണും എന്ന് പറയാം. അപ്പോൾ അതുപോലെ എന്നാൽ ഇവരെല്ലാം വംശനാശ ഭീഷണി നേരിടുന്നു, പല ആന്ത്രോപോജനിക് ത്രെറ്റ്സ് നേരിടുന്ന ഏരിയാസ് ആയിരിക്കും. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് അങ്ങനെ ഓൾറെഡി ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. പിന്നെ യുനെസ്കോ വെസ്റ്റേൺ ഗട്ട്സിലെ 39 സ്ഥലങ്ങളെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൽ ഒരുപാട് എൻഡമിക് ഫ്ലോറ ആൻഡ് ഫോണ. എൻഡമിക് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ അത് അവിടെ മാത്രമേ കാണുള്ളൂ, വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം ഹിമാലയത്തിൽ എൻഡമിക് ആയിട്ടുള്ള സംഭവം ഹിമാലയത്തിൽ മാത്രമേ കാണുള്ളൂ, വെസ്റ്റേൺ ഗട്ട്സിൽ എൻഡമിക് ആയിട്ടുള്ള സംഭവം വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമേ കാണൂ. അതുപോലെ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണുന്ന ഒരുപാട് ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ട്. സോ വെസ്റ്റേൺ ഗട്ട്സ് അത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറയാം. ഓക്കെ, 2010 ഇതുപോലെ ഫസ്റ്റ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി കൊണ്ടുവന്നിട്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. 2010 വന്നിട്ടുണ്ടായിരുന്നു. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ എൻറ്റയർ വെസ്റ്റേൺ ഗട്ട്സും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഇതിനോട് ചൂണ്ടിക്കാണിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. then 2012 ആയപ്പോൾ കസ്തൂരി രംഗൻ ഹെഡ് ചെയ്തേക്കുന്ന കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നു. അവർ പറഞ്ഞു വെസ്റ്റേൺ ഗട്ട്സ് മുഴുവൻ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത 37% ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് ഡിക്ലെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അതായത് ESA നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് എഴുതി ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി. പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിക്കേണ്ട വന്നു, സഞ്ജയ് കുമാർ കമ്മിറ്റി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം സ്റ്റേറ്റ്സുകൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എക്സ്പെർട്ട് കമ്മിറ്റി ഓൾറെഡി വന്നതിന് ശേഷം 5 നോട്ടിഫിക്കേഷൻ ഇതുപോലെ വന്നു ESAയുടെ, പക്ഷെ അതൊന്നും നടപ്പിലാകുന്നില്ല ഫെഡറൽ ഡിസ്പ്യൂട്ട്സ് കാരണം. സോ ഇപ്പോൾ ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ കാലാവധി ഒരു 1 ഇയറും കൂടി കൂട്ടിയിട്ടുണ്ട് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ. ഓക്കെ, ദെൻ കർണാടകയുടെ പ്രത്യേകിച്ചുള്ള കൺസേൺ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് എല്ലാ വെസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളും പറയാൻ പറ്റുന്ന കൺസേൺസ് ആണ്. കർണാടക സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടകയുടെ 10 ഡിസ്ട്രിക്റ്റും വെസ്റ്റേൺ ഗട്ട്സ് ഉള്ള ഏരിയയിലാണ്. ഏകദേശം 20,668 സ്ക്വയർ കിലോമീറ്റർ ഏരിയ കർണാടകയുടെ വെസ്റ്റേൺ ഗട്ട്സ് ഇരിക്കുന്ന സ്ഥലത്താണ്. മാത്രമല്ല 23.4% പോപ്പുലേഷനും ഈ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്, വെസ്റ്റേൺ ഗട്ട്സ് ഏരിയയിലാണ് കർണാടക താമസിക്കുന്നത്. സോ അവിടെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യേണ്ടി വരും, പ്രൊഹിബിറ്റ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളാണ്. അപ്പോൾ അത് കർണാടക ആ ഭാഗത്തുള്ള അഗ്രികൾച്ചറിനെയും പ്ലാന്റേഷനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൈനിങ് ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസിനൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് പിന്നീട് അഗ്രികൾച്ചറും പ്ലാന്റേഷനൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈവ്ലിഹുഡ് പല ആൾക്കാർക്കും അവരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ദെൻ പല ആൾക്കാരും ഫോഴ്സ്ഫുൾ എവിക്ഷൻ സാധ്യതയുണ്ട്, ഫിയർ ഓഫ് എവിക്ഷൻ, അതായത് അവിടെ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന രീതിയിൽ വരാൻ സാധ്യതയുണ്ട്.
പിന്നെ ഇതുപോലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒരു ഫീൽഡ് ഒബ്സർവേഷൻ വഴിയല്ല എന്നാണ് കർണാടക പറയുന്നത്. സാറ്റലൈറ്റ് ഒബ്സർവേഷൻ വഴിയാണ് ഇതുപോലെയുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഒരു ഫീൽഡ് ഒബ്സർവേഷൻ നടത്തിയതിന് ശേഷമേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെയാണ് ചലഞ്ചസും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് എൻവയോൺമെൻറ്റും. അപ്പോൾ അതായത് ഇങ്ങനെ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യണം, അതേസമയം നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണ്ടേ. സോ ഒരു ഡിലേമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ഒരു ഇഷ്യൂ ആണ്. ഇത് നടപ്പിലാക്കാത്തതിന് മെയിൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഫാർമേഴ്സിനും ഫോറസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പല ആൾക്കാർക്കും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ സയൻറ്റിഫിക് മാപ്പിംഗ് അല്ല മറിച്ച് ഗ്രൗണ്ട് ലെവൽ കൺസൾട്ടേഷനൊക്കെയാണ് വേണ്ടത്. സോ ഇതൊക്കെ തന്നെയാണ് ഈ ഇഷ്യൂസ്, ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് വേ ഫോർവേഡ്. സയൻറ്റിഫിക് ആയിട്ടുള്ള മീൻസ് വെറുതെ ഒരു സയൻറ്റിഫിക് മാപ്പിംഗ് അല്ല വേണ്ട, മറിച്ച് ഒരു ഫീൽഡ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഡാറ്റ കളക്ട് ചെയ്യണം നമ്മൾ. അതുപോലെ തന്നെ സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് വേണം. കർണാടകയ്ക്ക് പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കണമെന്നില്ല കേരളത്തിന്. അപ്പോൾ കേരളത്തിന് പറ്റുന്നതായിരിക്കില്ല തമിഴ്നാടിന്. അപ്പോൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പോളിസീസ് നടപ്പിലാക്കണം. അതുപോലെ തന്നെ ലോക്കൽ ആൻഡ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ എൻഷുർ ചെയ്യണം. ദെൻ കോപ്പറേറ്റീവ് ഫെഡറലിസം, സെൻട്രൽ സ്റ്റേറ്റ് തമ്മിൽ നമുക്ക് എന്ത് വേണം, കോർഡിനേഷൻ വേണം. എങ്കിൽ മാത്രമേ ESA നോട്ടിഫിക്കേഷൻസ് ESA പ്രോപ്പറായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റും. ESA പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മേഖലയിൽ. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ന്യൂസ്. ഈ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കേജ് ചെയ്തിരിക്കുന്ന ഫുഡിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ കണ്ടന്റ് ഉള്ളത് എന്ന് പ്രത്യേകിച്ച് എഴുതണം. അതിനാണ് ഫ്രണ്ട് ഓഫ് പാക്കേജ് ന്യൂട്രീഷൻ ലാബലിംഗ് എന്ന് പറയും. നിങ്ങൾക്ക് പലപ്പോഴും ഒരു പാക്കേജ് വെച്ചിട്ട് ബാക്കിൽ കാണാൻ പറ്റില്ലേ, ഇത്രത്തോളം ഷുഗർ ഉണ്ട്, ഇത്രത്തോളം കലോറി ഉണ്ട്, ഇത്രത്തോളം അല്ലാന്നുണ്ടെങ്കിൽ ഫാറ്റ് ഇത്ര, അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ അത് ആക്ച്വലി ഫ്രണ്ടിൽ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ വെക്കണം. കാരണം പല ആൾക്കാരും ഫ്രണ്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അതായത് നോ ഷുഗർ, നോ ആട്ട, നോ മൈദ, ഇതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് എൻ്റെ ബാക്കിൽ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ വില്ലന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. സോ പല ആൾക്കാരും ഇതുവരെ അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഇനി മുതൽ അതിൻ്റെ ന്യൂട്രീഷൻ കണ്ടന്റ് ഫ്രണ്ടിൽ വെക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെറ്റ്സ് ഫിക്സ് അവർ ഫുഡ് എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട് നമുക്ക്. അതിന് മെയിനായിട്ട് എടുക്കുന്നത് ICMR NIN, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. മെയിനായിട്ട് ഇവരാണ് പല ഇതായിട്ട് കോർഡിനേഷൻ. ഇവരുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ലെറ്റ്സ് ഫിക്സ് അവർ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫാറ്റ് സാൾട്ട് ഷുഗർ ഉള്ള ഫുഡും പാക്കേജിലായിട്ടുള്ള ഫുഡും ഒക്കെ നമ്മൾ ഹെൽത്ത് ടാക്സ് വെക്കണം. അതായത് അത്തരം ഫുഡും ടാക്സ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള ടെൻഡൻസി കുറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ടാക്സ് അതിന്മ ചുമത്തണം എന്ന് പറയുന്നു. മാത്രമല്ല ഇത്തരം പ്രൊഡക്ട്സിൻ്റെ ഹൈ ഫാറ്റ് സാൾട്ട് ഷുഗർ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ലീഡ് ടു സം ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പം നിലവിലെ ഇന്ത്യയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു ഡബിൾ ബേർഡൻ ഓഫ് മാൽ ന്യൂട്രീഷനാണ് നടക്കുന്നത്. അതായത് ഇന്ത്യയിൽ പല സ്ഥലത്തും അണ്ടർ ന്യൂട്രീഷൻ നടക്കുന്നുണ്ട്. അതായത് പോഷകാഹാരങ്ങൾ കുറഞ്ഞിട്ട് സ്റ്റണ്ടിങ് ഒക്കെ ഉയരക്കുറവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. വേസ്റ്റിങ് ഇതൊക്കെ നടക്കുന്നുണ്ട്. മീൻസ് അതൊക്കെ നമുക്ക് മസിൽസ് ഒക്കെ മീൻസ് പ്രോപ്പറായിട്ട് നമുക്ക് ഡെവലപ്പ് ആയതുകൊണ്ട് വരുമ്പോൾ നമുക്ക് വേസ്റ്റിംഗ് എന്നൊക്കെ പറയും നമുക്ക്. ഓക്കെ, ദെൻ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇതുപോലെ പല സ്ഥലത്തും അണ്ടർ ന്യൂട്രീഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഓവർ ന്യൂട്രീഷനും നടക്കുന്നുണ്ട്. ഓക്കെ, ഓവർ ന്യൂട്രീഷൻ എന്ന് പറയാൻ കൂടിയിട്ട് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എന്തുണ്ടാകുന്നത് ദാറ്റ് ഈസ് ലീഡിങ് ടു ഒബേസിറ്റി, ഓവർ വെയ്റ്റ്, ഇനി ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് ഇപ്പോൾ ഡയബറ്റീസ്. ഓക്കെ, പല കാർഡിയോവാസ്കുലർ ഡിസീസസും വേണമെന്നുണ്ടെങ്കിൽ വരാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പല ഡിസീസസ് നടക്കുന്നുണ്ട്. സോ ഇന്ത്യയിൽ 2 phases ഓഫ് എന്താ പറയുക ഡബിൾ ബേർഡൻ ഓഫ് മാൽ ന്യൂട്രീഷൻ, അതായത് അണ്ടർ ന്യൂട്രീഷനും ഉണ്ട് ഓവർ ന്യൂട്രീഷനും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICMR NIN ഡാറ്റ വെച്ചിട്ട് 17 മില്യൺ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ആണ് ഇപ്പം ഒബേസിറ്റി നേരിടുന്നത്. പിന്നെ പൊണ്ണത്തടി എന്നാണ് പറയുക, അത് ഓവർ വെയിറ്റും കാര്യങ്ങളൊക്കെ.
2030 ആകുമ്പോഴത്തേനും ഇവരുടെ എണ്ണം 27 മില്യൺ ആയിട്ട് ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സും എടുത്തില്ല എന്നുണ്ടെങ്കിൽ. സോ വി നീഡ് ടു പ്രൊട്ടക്ട് അവർ ചിൽഡ്രൻ അല്ലേ. അപ്പോൾ കമ്മിറ്റി പറയുന്നത് ഇതുപോലെ ഫ്രണ്ട് ഓഫ് പാക്കേജ് ന്യൂട്രീഷൻ ലേബലിംഗ് കൊണ്ടുവരണം, ഇതൊക്കെ ഒഴിവാക്കാനായിട്ട്. അതുപോലെ തന്നെ ഹൈ ഷുഗറുള്ള പാക്കേജിൽ ഫുഡിൽ കൃത്യമായിട്ട് പറയണം ഇതിനകത്ത് ഹൈ ഷുഗർ ഉണ്ടെന്നും. പിന്നെ ഷുഗർ കണ്ടന്റ് ബേബി ഫുഡ്സിൽ ഷുഗർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പറയുകയും വേണം. ഓക്കെ, ഇതൊക്കെയാണ് റെക്കമെൻഡേഷൻസ്. ദെൻ ഈ ലെറ്റ്സ് ഫിക്സ് അവർ ഫുഡ് ഇനീഷ്യേറ്റീവിൻ്റെ റെക്കമെൻഡേഷൻസ് നോക്കാം. നേരത്തെ പറഞ്ഞ പാർലമെന്ററി കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻ അവർ പറഞ്ഞു ഹൈ സാൾട്ട് ഷുഗർ ഫാറ്റ് ഉള്ള ഫുഡുമ്പോൾ ഹെൽത്ത് ടാക്സ് ചുമത്താം. ഇവരുടെ അഡ്വർടൈസ്മെന്റ്, അതായത് പലപ്പോഴും നമുക്ക് ഈ പാക്കേജിലായിട്ടുള്ള ഫുഡിനെ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളായിരിക്കും. അവരുടെ പല മറ്റേ ഇമോജീസും അല്ലാതെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഒരു ആകർഷണം ഉണ്ടാക്കാറുണ്ട്. സോ ചിൽഡ്രൻസിനെ ടാർഗറ്റ് ചെയ്യണം, അത് ഒഴിവാക്കണം. ദെൻ സ്കൂൾ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ആണെന്ന് ഉറപ്പുവരുത്തണം. സ്കൂൾ എൻവയോൺമെന്റിലൊക്കെ പാക്കേജ് ഫുഡിൻ്റെ ഒക്കെ അവൈലബിലിറ്റി കുറയ്ക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബേസിറ്റിയും ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഓക്കെ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ഗ്ലോബലി ബെസ്റ്റ് പ്രാക്ടീസസ് നോക്കാം. ലോകത്തിൽ നോക്കുമ്പോൾ 2017 ശേഷം 133ഓളം മുകളിൽ രാജ്യങ്ങൾ ഇതുപോലെ ഹെൽത്ത് ടാക്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, കൊളംബിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജങ്ക് ഫുഡ് ലോ എന്ന് പറയും കൊളംബിയയിൽ. പിന്നെ അത് ഏകദേശം 20% ടാക്സ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്തും ഹൈ ഫാറ്റ് ഷുഗർ സാൾട്ട് ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് പല രാജ്യങ്ങളിലും നോർവേ, ഹംഗറി, ഡെൻമാർക്ക് ഇവിടെയൊക്കെ ഓൾറെഡി ഇത്തരത്തിലുള്ള ടാക്സും ഹെൽത്ത് ടാക്സ് ഒക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. സോ ഇന്ത്യ കൂടി ഇതുപോലെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസങ്ങളിലും മഴയുടെ അളവ് നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് എ ഫിനോമിനോൺ കോൾഡ് എൽ നിനോ. ഈ എൽ നിനോ എന്താണെന്ന് നമ്മൾ ജോഗ്രഫിയിൽ പ്രോപ്പറായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അതായത് ഇൻഡോ പസഫിക് ഓഷ്യൻ മേഖലയിൽ വരുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് ഫിനോമിനോൺ എന്നും പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ഫിനോമിനോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാക്കർ സർക്കുലേഷൻ, എൽ നിനോ, ലാനിനോ, IOD, അതായത് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കാം, എൽ നിനോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ കുറയും, ലാനിനോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ കൂടും, അതായത് മൺസൂണിൻ്റെ പെയ്യുന്ന മഴ കൂടും. ഇപ്പം നിലവിൽ എൽ നിനോ ആണ്, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മഴ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ വേറൊരു കോൺസെപ്റ്റും കൂടി പറയാം. ഈ IOD എന്ന് പറയും ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. അതായത് ഇന്ത്യൻ ഓഷ്യൻ ഇത് ഇന്ത്യയുടെ ഇവിടെ അറേബ്യൻ സീ ഉണ്ട്, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട് അല്ലേ. ഇപ്പോൾ പല സമയത്തും അറേബ്യൻ സീയിൽ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് വിചാരിക്കുക, ഇവിടെ ടെമ്പറേച്ചർ കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വുഡ് കോൾ ഇറ്റ് ആസ് എ പോസിറ്റീവ് IOD, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയും. ഓക്കെ, കാരണം ഇത് ഹെൽപ്പ് ചെയ്യും മൺസൂണ്. എങ്ങനെ മൺസൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറേബ്യൻ സീയുടെ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പം ഒരുപാട് മോയ്സ്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ടാവും. ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റ് വീശുന്നത്. അപ്പോൾ ഈ മോയ്സ്ചർ മുഴുവൻ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് IOD, അതായത് അറേബ്യൻ ഓഷ്യൻ ചൂടായിരിക്കുന്നതും ബേ ഓഫ് ബംഗാൾ കമ്പാരിറ്റീവ്ലി തണുത്തിരിക്കുന്നതും നമ്മുടെ മൺസൂണ് നല്ലതാണ്. എന്നാൽ നെഗറ്റീവ് IOD നമുക്ക് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ മോയ്സ്ചർ കണ്ടന്റ് കുറയില്ലേ, ഇതാണ് തണുത്തിരിക്കുന്ന ഏരിയ എന്നുണ്ടെങ്കിൽ. അപ്പോൾ നെഗറ്റീവ് IOD അത്ര നല്ലതല്ല നമ്മുടെ ഇന്ത്യൻ മൺസൂൺ. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ IOD ആയിരുന്നു. ന്യൂട്രൽ IOD എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ അത്ര വലിയ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഇല്ല, വലിയ ടെമ്പറേച്ചർ വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴേനധികം സ്വാധീനിക്കുന്നില്ലായിരുന്നു. അപ്പോൾ മഴേനധികം പോസിറ്റീവ് ആണല്ലോ നമുക്ക് വേണ്ടേ, അപ്പം ന്യൂട്രലായി വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ എന്തുണ്ടായി, മഴയുടെ അളവും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മഴയ്ക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് മീൻസ് മഴയുടെ അളവിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ എൽ നിനോ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇതുപോലെ IOD എന്ന് പറയുന്ന കോൺസെപ്റ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ജോഗ്രഫി. ഓക്കെ, ദെൻ റെയിൻഫോൾ ഓഗസ്റ്റിൽ 94% നമുക്ക് പൊതുവെ കിട്ടാറുള്ളതിനെക്കാട്ടും കുറവായിരിക്കും. സെപ്റ്റംബർ ഓഗസ്റ്റ് പീരീഡിലും കുറവായിരിക്കും. എന്നാൽ ഈ മഴ ചില സ്ഥലത്ത് അൺഇവനായിട്ട് മഴ പെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നല്ല മഴ ആയിരിക്കും, ചില സ്ഥലത്ത് ഭയങ്കര ഡ്രോട്ട് കണ്ടീഷൻ ആയിരിക്കും.
ഇപ്പോൾ ആസാമിൽ എങ്ങനെയാണ്? ആസാം ഫ്ലഡാണ്, ഒഡീഷയിൽ ഫ്ലഡ് നടക്കുന്നുണ്ട്, ഇപ്പോൾ ഗുജറാത്തിൽ ഫ്ലഡ് നടക്കുന്നുണ്ട്. എന്നാൽ പല സ്ഥലത്തും മഴ പോലും ഇല്ല. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും ഇപ്പോൾ ഈ 2 ദിവസമല്ല മഴ പെയ്യാൻ തുടങ്ങി, ഇന്നലെ തൊട്ടാണ് മഴ പെയ്യാൻ തുടങ്ങി പ്രോപ്പറായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെനിൻസുലാർ ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, നോർത്തേൺ പാർട്സ്, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ, ഈ മേഖലയിൽ മഴ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലായിടത്തും ഒരുപോലെയല്ല. ദെൻ ക്ലൈമറ്റ് ഡ്രൈവേഴ്സ്, എന്തുകൊണ്ട് ഇതുപോലെ ഫിനോമിനൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് ദ എൽനിനോ കണ്ടീഷൻ. ഞാൻ പറഞ്ഞു എൽനിനോ ലാനിനോ എന്ന് പറഞ്ഞ സംഭവം കോൺസെപ്റ്റ് ഉണ്ട് ജോഗ്രഫിയിൽ. എൽനിനോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാകും? അത് മഴ കുറയ്ക്കാം എന്നു. പിന്നെ ഇപ്പം നമുക്ക് IOD ആയിരുന്നു, തുടക്കത്തിൽ ന്യൂട്രൽ IOD ആയിരുന്നു നമുക്ക്, അതായത് മഴയിൽ അത്ര വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സാധ്യത. എന്നാലൊരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ബൈ ഏകദേശം ഈ ഒരു മാസം കഴിയുമ്പോൾ, സെപ്റ്റംബർ ഒക്കെ കഴിയുമ്പോൾ, സെപ്റ്റംബർ ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് IOD ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ ആ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ജൂലൈയിലെ മഴ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ലഭിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഒരു 101% നമുക്ക് ലഭിച്ചിട്ടുണ്ട് മഴ. കാരണം ടോട്ടൽ ഇന്ത്യ നോക്കുമ്പോൾ, കാരണം ചില സ്ഥലത്ത് മഴയില്ല, ചില സമയത്ത് നല്ല മഴ. അപ്പോൾ മഴ പെയ്യാത്ത സ്ഥലത്തിനെക്കാട്ടും കോമ്പൻസേറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ടോട്ടൽ മഴ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നോർമൽ തന്നെയാണ്, അല്ലെങ്കിൽ എബോവ് നോർമൽ തന്നെയാണ് നമുക്ക് ഇന്ത്യയിലെ ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. ബട്ട് ദിസ് ഈസ് സ്പേഷ്യലി അൺഇവൻ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ദെൻ ചലഞ്ചസ്, ഇതുപോലെ മഴയും കാര്യങ്ങളൊക്കെ കുറയുന്നു അല്ലെങ്കിൽ അൺഇവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ഇതിൻ്റെ ചലഞ്ചസ് നോക്കുമ്പോൾ ഖാരിഫ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനെ ഇത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാൻ സാധ്യത. ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത്, നമ്മൾ ഈ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന ക്രോപ്സ് തന്നെയാണ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നെല്ല്, ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കും. ഫുഡ് സെക്യൂരിറ്റി ചലഞ്ചസ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പല സ്ഥലത്തും ചൂട് കൂടുതലാണ്, ഹീറ്റ് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്, വാട്ടർ സ്കാർസിറ്റിയും ഭാവിയിൽ വരാൻ സാധ്യത. ചില സ്ഥലത്ത് മഴയില്ല. ഓക്കെ അല്ലേ? ദെൻ അൺഇവൻ റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ, ചില സ്ഥലത്ത് ഫ്ലഡും ചില സ്ഥലത്ത് ഡ്രോട്ട് ലൈക്ക് കണ്ടീഷൻസുമാണ് ഇപ്പം നിലവിൽ ഉണ്ടാക്കുന്നത്. വേ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലൈമറ്റ് റിസൈലൻ്റ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് നമ്മുടെ വെള്ളം എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം, ഗ്രൗണ്ട് വാട്ടറൊക്കെ ഡിപ്ലീറ്റ് ചെയ്യാണ്ട് നോക്കണം. കാരണം വെള്ളമില്ല, നമുക്ക് മഴ ഇപ്രാവശ്യം കുറവാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ വെതർ ഫോർകാസ്റ്റിങ്ങും ഏർലി വാർണിംഗ് സിസ്റ്റംസും നമുക്ക് ഉറപ്പ് വരുത്തണം. കാരണം എപ്പോഴാണ് മഴ പെയ്യാമെന്നും അല്ലെങ്കിൽ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വാട്ടറൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. ദെൻ ബെറ്റർ ഇറിഗേഷൻ മെത്തേഡ്സ്, മൈക്രോ ഇറിഗേഷൻ എന്നൊക്കെ പറയും. വെള്ളം അധികം ചിലവാക്കാൻ നമ്മൾ ഇറിഗേറ്റീവ്, അതായത് ഇപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറയും. അത്തരം മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യാം. അങ്ങനെ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ടു അഡ്രസ്സിങ് ദ ക്ലൈമറ്റ് വേരിയബിലിറ്റി, നമ്മുടെ ക്ലൈമറ്റിനെ മാറുന്നതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസും അഡാപ്റ്റീവ് ആയിരിക്കണം. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ന്യൂസ്. ദിസ് ന്യൂസ് ടോക്സ് അബൌട്ട് ദാറ്റ് പ്രധാൻ മന്ത്രി സൂര്യ സരോവർ എന്ന് പറഞ്ഞ ഒരു സ്കീം, പ്രധാൻ മന്ത്രി സൂര്യ സരോവർ യോജന എന്ന് പറയും. ഈ ഒരു സ്കീം നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നുണ്ട്. ക്യാബിനറ്റ് അതിനുവേണ്ടി സമ്മതം നൽകിയിട്ടുണ്ട്. ചെറിയ ന്യൂസാണ്, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസിന് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ദെൻ എന്താണ് ആ സ്കീം? പ്രധാൻ മന്ത്രി സൂര്യ സരോവർ യോജന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ മെയിനായിട്ടും ലാൻഡ് ഏരിയയിലാണ് ഇന്ന് സോളാർ പവർ പ്ലാന്റ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കൃഷിയിടങ്ങളിൽ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏരിയാസിലൊക്കെ ലാൻഡിലൊക്കെ നമ്മൾ സോളാർ പവർ പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ വെള്ളത്തിൻ്റെ മേലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അതായത് നമുക്ക് പല ഡാമുണ്ട്, പല ലേക്ക് ഉണ്ട്, അല്ലെങ്കിൽ പല റിസർവോയ്സ് ഒക്കെ ഇല്ലേ, ഇവർ വെള്ളം കിടക്കല്ലേ, ആ വെള്ളത്തിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സോളാർ പവർ പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഓക്കെ അതിന് വേണ്ടി അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്ന സോളാർ ഫോട്ടോ വോൾട്ടായിക് പ്ലാന്റ്സ്, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്കീം നമുക്ക് നിലവിൽ വന്നേക്കുന്നത്. ഓക്കെ, അതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങോട്ട് മുന്നേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പേരാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് മേലെ ഇതുപോലെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഫോട്ടോ വോൾട്ടായിക് പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്ന എന്താ ഹെൽപ്പ്? ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ കേസ്, നമുക്ക് ലാൻഡിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലാൻഡ് റിസോഴ്സസ് ഭയങ്കര, പല സ്ഥലത്തും ഈ സോളാർ എനർജി പ്ലാന്റ് വരുമ്പോൾ ഒരുപാട് സ്ഥലം വേണം, അവിടുത്തെ ആൾക്കാർ ഒഴിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ അഗ്രികൾച്ചറിനെ ബാധിക്കും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. വെള്ളത്തിൻ്റെ മേലെ വെള്ളം വെറുതെ കിടക്കല്ലേ, അപ്പോൾ അതിന് മേലെ ഫ്ലോട്ട് ചെയ്ത് കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ ചലഞ്ചസും റീഹാബിലിറ്റേഷൻ ഇഷ്യൂസൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ സോളാർ ഇൻസ്റ്റാളേഷൻ സാധാരണ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്ക് പീക്ക് ഇലക്ട്രിസിറ്റി ഡിമാൻഡുള്ള സമയത്ത് നമുക്ക് എനർജി ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ,
ഇപ്പൊ കറന്റ് സ്റ്റാറ്റസ് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 0.7 ജിഗാവാട്ടാണ് ഇപ്പോൾ നിലവിൽ ഫ്ലോട്ടിംഗ് സോളാർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ 102 ജിഗാവാട്ടോളം ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഇപ്പൊ നിലവിലുള്ള ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് ചെയ്താൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പാർക്ക് ഇൻ മധ്യപ്രദേശാണ്. ഓക്കെ, അത് ഏകദേശം ഇപ്പൊ നിലവിൽ 278 മെഗാവാട്ട് എനർജി ഉണ്ട്. പക്ഷെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, 600 വരാം. മാത്രമല്ല ഇതിന്റെ മറ്റൊരു സ്കീമിന്റെ പ്രത്യേകത ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സമയത്ത് സോളാർ എനർജി ഉണ്ടാക്കി കഴിഞ്ഞാലും ആ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാറില്ല. അപ്പോൾ അത് സോളാർ കർട്ടൈൽമെന്റ് എന്നിലോട്ടൊക്കെ നയിക്കുമെന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോട്ടെ, നമുക്ക് ഇതെന്ന് വെച്ചാൽ ഒരുപാട് എനർജി ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസും ഈ ഒരു സ്കീമിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എനർജി ഉണ്ടാക്കുമ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അഡ്വാൻറ്റേജസ്. ഇതുപോലെ ഫ്ലോട്ടിംഗ് സോളാർ പാർക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ്, അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്റ്റ് ലാൻഡിനെ അത് സേവ് ചെയ്യും. നമുക്ക് അഗ്രികൾച്ചർ സ്ഥലത്ത് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉള്ള സ്ഥലത്ത് ഈ സോളാർ പവർ പ്ലാന്റ്സ് നമുക്ക് ഇത് കാരണം ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യില്ലേ, ഇത് മീൻസ് നിഴൽ ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ അഗ്രികൾച്ചറിനൊക്കെ ബാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്തത്, വെള്ളത്തിൻ്റെ മേലാണ് ഇത് പൊങ്ങി കിടക്കുന്ന ഡാമിൻ്റെ. അപ്പം അങ്ങനെ വെള്ളം ചൂടായി ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. ദെൻ ഈ സോളാർ പാനലിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. അതായത് സോളാർ പാനൽ അധികം ചൂടാവാണ്ടിരിക്കും. ചൂടായി കഴിഞ്ഞാൽ ഹീറ്റിൻ്റെ പേരിൽ ഹീറ്റായിട്ട് അത് എനർജി ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ വെള്ളം ഇത് തണുപ്പിക്കും അത്. ദെൻ ആൽഗൽ ഗ്രോത്ത്. പല വാട്ടർ ബോഡീസിലും ആൽഗയൊക്കെ പടർന്ന് പതിച്ച് വെറുതെ കിടക്കും. അപ്പോൾ ഈ പവർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ആൽഗൽ ബ്ലൂം എന്നൊക്കെ പറയും, ബ്ലൂം എന്ന് പറയും. അതായത് ആൽഗൽ ബ്ലൂം എന്നൊക്കെ പറയും പല ആൽഗേസും വളർന്നിട്ട് പല ചെടികളൊക്കെ പായലൊക്കെ വളർന്നിട്ട് അവിടുത്തെ ജീവികൾക്ക് ആക്ച്വലി ബാധിക്കാറുണ്ട്. ഓക്കെ, അവരുടെ ഓക്സിജൻ്റെ ലെവലൊക്കെ കുറയ്ക്കാറുണ്ട്. പക്ഷെ ഇത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ റിന്യൂവബിൾ എനർജി ജനറേഷൻ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് ദെയർ ആർ സം ചാലഞ്ചസ്. ഫസ്റ്റ് ചാലഞ്ചസ്, ഇതുപോലെ ഉള്ള ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സോളാർ പവർ പ്ലാന്റ്സ് കൊണ്ടുവരുന്നത് ഭയങ്കര പൈസ കൂടിയ ഒരു പരിപാടിയാണ്. ഹൈ കോസ്റ്റ് ആണ് ഇതിന് വരുന്നത്. ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസിനും ഭയങ്കര പൈസയാണ്. ദെൻ ഇതുപോലെയുള്ള സംഭവങ്ങളാണെങ്കിൽ വെള്ളത്തിലെല്ലാം മുങ്ങി കിടക്കുന്നത് കൊറോഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്, കൊറോഷന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബയോ ഫൗളിംഗ് എന്ന് പറയും. അതായത് പല ആൽഗേസും കാര്യങ്ങളൊക്കെ ഇതുമ്മ വളരാനും സാധ്യതയുണ്ട്. ഓക്കെ, പല ആൽഗേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി കുറയാൻ സാധ്യത, വെള്ളത്തിലല്ലേ കിടക്കുന്നത്. ദെൻ പല അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനും ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ കുറേ വെള്ളത്തിനടിയിൽ കുറേ ജീവികൾ ജീവിക്കുന്നുണ്ട്. അല്ലാതെ വെള്ളത്തിനടിയിൽ ഒരുപാട് ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തിയിട്ട് പല പ്ലാന്റ്സും ജീവിക്കുന്നുണ്ട്, പല ഗ്രാസും അല്ലാതെ പല ആൽഗേസും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലാണ് ഈ ഫ്ലോട്ടിംഗ് ഉള്ള സോളാർ പാർക്ക് വന്നു കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടുന്നില്ല, അവിടെയുള്ള ജീവികളുടെ എക്കോസിസ്റ്റത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത് റോബസ്റ്റ് ആങ്കറിങ് ആൻഡ് ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉറപ്പുവരുത്തണം. ഇത് പൊങ്ങി കിടക്കുന്നതും അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ നമുക്കിത് ഈ ചലഞ്ചസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വുഡ് ബി എ ഗ്രേറ്റ് പ്രൊജക്ട് ഇൻ ഇന്ത്യ. ഓക്കെ, ദെൻ വി ആർ ഗിവിങ് എ മെയിൻസ് ആൻസർ റൈറ്റിംഗ് മെയിൻസ് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. മെയിൻസിൻ്റെ ഒരു മോഡലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. യു ക്യാൻ റൈറ്റ് ദിസ് ആൻസർ. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതിയിട്ട് യു ക്യാൻ സെൻഡ് ടു ദിസ് മെയിൽ. അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.